Hi, hello, welcome back to my channel. I hope you all liked my first vlog. Thank you for your support. Let us get into the second video. This is day 2 in Hampi. We had visited Vijay Vittla Temple and Virupaksha Temple. ആദ്യമേ ഞങ്ങൾ വിട്ല ടെമ്പിളിലേക്കാണ് പോയത്. വിട്ല ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിരൂപാക്ഷ ടെമ്പിളിലേക്ക് പോയിട്ട് അവിടുന്ന് ഓട്ടോ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ബിക്കോസ് വിട്ല ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസും ഇല്ല. ഇതർ ഓട്ടോ ബുക്ക് ചെയ്ത് പോകണം, ഇല്ലെങ്കിൽ നമ്മൾ വെഹിക്കിളിലാണ് വരുന്നതെങ്കിൽ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ വിട്ല ടെമ്പിളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗേറ്റ് കടന്ന് ഉള്ളിൽ കയറിയപ്പോഴത്തേക്കും ദർ വാസ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. അപ്പോൾ ടെമ്പിൾ കുറച്ചുകൂടെ ഉള്ളിലേക്കായിരുന്നു. അങ്ങോട്ടേക്ക് നടന്നു പോകാൻ ഒരുപാട് ദൂരമുണ്ട്. നടക്കുന്നവർക്ക് നടക്കാം. ഗേറ്റിൽ നിന്ന് വിജയ വിട്ല ടെമ്പിളിലേക്ക് ഇറ്റ് ഇസ് മോർ ദാൻ 1 kilometer. So this is the outer view of Sri Vijay Vittla Temple. This is one of the biggest temples in Hampi. ഈ ടെമ്പിളിനെ ഷോർട്ടായിട്ട് വിട്ല ടെമ്പിൾ എന്ന് വിളിക്കുമെങ്കിലും ഇതിൻ്റെ ആക്ച്വൽ നെയിം ശ്രീ വിജയ വിട്ല ടെമ്പിൾ. ആക്ച്വലി ഇത് ഡെഡിക്കേറ്റഡ് ടു ലോർഡ് വിഷ്ണു ആണ്. ഈ ടെമ്പിളിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ടെമ്പിളും കൂടി ഉണ്ട്. അതാണ് ഈ കാണുന്ന ശിവ ടെമ്പിൾ. തുംഗഭദ്ര നദിക്കരയിലാണ് ഈ വിജയ വിട്ല ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഈ അമ്പലത്തിൻ്റെ ഗോപുരം അന്നത്തെ യുദ്ധത്തിൽ പാർഷ്യലി നഷ്ടപ്പെട്ടു പോയി. ഈ വിട്ല ടെമ്പിളിൻ്റെ അകത്താണ് മ്യൂസിക്കൽ പില്ലേഴ്സും സ്റ്റോൺ ചാരിയറ്റും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ദേവരായ സെക്കൻഡിൻ്റെ കാലഘട്ടത്തിലാണ്, അതായത് 15ാം നൂറ്റാണ്ടിലാണ് ഈ ശ്രീ വിജയ വിട്ല ടെമ്പിൾ സ്ഥാപിക്കുന്നത്. മെയിൻലി ലോർഡ് വിഷ്ണുവിനെ വർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിജയ വിട്ല ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത്. 15ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച അമ്പലമാണെങ്കിൽ പോലും 16ാം നൂറ്റാണ്ടിൽ കൃഷ്ണദേവരായരുടെ ടൈമിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുകയും മോഡിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. Now, this is Anjanadri Hill. This is situated in Koppal district. This is meant to be the birthplace of Lord Hanuman. ഈ അഞ്ജനാദ്രി ഹിൽസിലേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല, കാരണം നല്ല വെയിലും ഉണ്ടായിരുന്നു. അതിന് ടോപ്പിലൊരു അമ്പലമുണ്ട്, അഞ്ജനാദ്രി ടെമ്പിൾ. അത് കാണണമെങ്കിൽ 575 സ്റ്റെപ്സ് ആ വെയിലത്ത് നമ്മൾ കയറിപ്പോണം. ഈ അഞ്ജനാദ്രി ഹില്ല് നമ്മൾ വിജയ വിട്ല ടെമ്പിളിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ദൂരേന്ന് കാണാൻ പറ്റും കേട്ടോ. ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ ആ വിജയ വിട്ല ടെമ്പിൾ ഫുള്ള് ചുറ്റിക്കറങ്ങി കണ്ടു. അത്രയും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ അമ്പലങ്ങളാണെങ്കിലും മെയിൻ ആയിട്ടുള്ള വിട്ല ടെമ്പിൾ ആണെങ്കിലും മ്യൂസിക്കൽ പില്ലേഴ്സ്, സ്റ്റോൺ ചാരിയറ്റ്, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഫുള്ള് കണ്ടു വരുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഒരു 1 hour എങ്കിലും നമുക്ക് വേണം. ഇതാണ് വിട്ല ടെമ്പിളിൻ്റെ ഇൻസൈഡ് വ്യൂ. ആൻഡ് ഇവിടെയാണ് ലോർഡ് വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ വെച്ചുകൊണ്ടിരുന്നത്. ഹംപിയിലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പ്ലേസസിൽ ഒന്ന് തന്നെയായിരുന്നു ഹിപ്പി ഐലൻഡ്. ഹംപിയിൽ കിട്ടാത്ത പല സാധനങ്ങളും ഹിപ്പി ഐലൻഡിൽ കിട്ടുമായിരുന്നു. ടൂറിസ്റ്റ് ഹോംസ്, ഗസ്റ്റ് ഹൗസ്, അങ്ങനെ പലതരം എൻജോയ്മെൻറ്റ് വൈബ്സ് കിട്ടുന്ന ഒരു ഏരിയ തന്നെയായിരുന്നു ഹിപ്പി ഐലൻഡ്. ഹംപിയിലെ ഈ കാഴ്ചകൾ 2 ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്നതല്ല കേട്ടോ. മിനിമം ഒരു 4-5 ദിവസം നമ്മളിവിടെ സ്റ്റേ ചെയ്ത് കറക്റ്റായിട്ട് എല്ലാ പ്ലേസസിലും പോയി കണ്ടു വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ദിസ് ഇസ് ദി വെരി ഇൻസൈഡ് ഓഫ് ദി വിജയ വിട്ല ടെമ്പിൾ. ഇത് വിട്ല ടെമ്പിളിൻ്റെ ഉൾഭാഗമാണ്. ഇതൊരു ചുറ്റമ്പലമാണ്. ഈ ചുറ്റമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിക്കഴിഞ്ഞ് ഞങ്ങളൊരു റൗണ്ട് അടിച്ചു. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആർക്കിടെക്ചറാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ആർക്കിടെക്ചറും ഈ അമ്പലങ്ങളും ഇപ്പോഴും നശിക്കപ്പെടാതെ ഇരിക്കുന്നതിൻ്റെ ഏക കാരണം ഇതെല്ലാം കരിങ്കല്ലിൽ നിർമ്മിച്ചതുകൊണ്ടാണ് കേട്ടോ. മരത്തിലോ തടിയിലോ വല്ലോ ആണ് ഇത് നിർമ്മിച്ചിരുന്നതെങ്കിൽ ഇതൊന്നും ഇപ്പോൾ നമുക്കിത് കാണാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഹംപി പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കാണണം എന്ന് ആഗ്രഹിച്ച ഒരു സ്പോട്ടാണ് ഈ മ്യൂസിക്കൽ പില്ലേഴ്സ്. ഇത് വിജയ വിട്ല ടെമ്പിളിൻ്റെ അകത്തായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ 56 പില്ലേഴ്സ് ഉണ്ട്. ഈ പില്ലേഴ്സിൽ തട്ടുമ്പോൾ വരുന്ന മ്യൂസിക്കൽ നോട്ട്സ് ഇപ്പോഴും ഹിസ്റ്ററിയിൽ ഒരു മിസ്റ്ററി ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. ദിസ് ഈസ് ഓൾസോ കോൾഡ് രാഗ മണ്ഡപ ഓർ സരിഗമ പില്ലേഴ്സ്. One of the stunning architectures in Hampi, which is stone chariot. This stone chariot can be seen in the 50 rupee note. ഹംപിയിലെത്തിയപ്പോൾ തന്നെ ഒരു 50 രൂപ നോട്ട് ഒപ്പിച്ച് ഞങ്ങൾ സ്റ്റോൺ ചാരിയറ്റിൽ കാണുമ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് പോയത്.
This is one of the beautiful videos which I like in my Hampi trip. Last spot in Hampi, which is Virupaksha temple. ഈ വിരുപാക്ഷ ടെമ്പിൾ ദേവരായ സെക്കൻഡ് ഓർ പ്രൗഢ ദേവരായരുടെ ടൈമിൽ നിർമ്മിച്ചതാണ്. ദിസ് ടെമ്പിൾ ഇസ് ഡെഡിക്കേറ്റഡ് ടു ലോർഡ് ശിവ. ഈ ടെമ്പിൾ തുംഗഭദ്ര റിവറിൻ്റെ സൈഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു വലിയ ടെമ്പിൾ തന്നെയാണ് ഹംപിയിലെ. ഞങ്ങൾ നല്ല പൊരിഞ്ഞ വെയിലത്താണ് വിരുപാക്ഷ ടെമ്പിൾ കാണാൻ വേണ്ടി പോയത്. അവിടെയാണെങ്കിൽ ചെരുപ്പ് അലൗഡ് അല്ല, ഉള്ളിലേക്ക് കയറണമെങ്കിൽ ചെരുപ്പ് പുറത്ത് ഊരിയിട്ടിട്ട് വേണം കയറാൻ. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടി ഒരു പ്ലേസ് കണ്ടുപിടിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു ആദ്യമായിട്ട് ചെയ്തത്. എന്നിട്ട് ഉള്ളിലേക്ക് കയറി പോയപ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കാണുന്നത്. നല്ലോണം ടയേർഡായതുകൊണ്ട് ഉള്ളിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എന്തായാലും വന്നതല്ലേ, പോയേക്കാന്ന് വിചാരിച്ച് പോയി. ആനേനെ ഞങ്ങൾ കണ്ടു. നല്ല അച്ചടക്കമുള്ള ആനയാണ്. കിട്ടുന്ന ദക്ഷിണയെല്ലാം സൈഡിലിരിക്കുന്ന ആളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഓടി കാലൊക്കെ കഴുകി പുറത്തേക്ക് പോയി. ഈ ടെമ്പിളിൻ്റെ പുറത്തായിട്ടാണ് ഈ പണ്ടത്തെ ഹംപി ബസാർ ഉണ്ടായിരുന്നത്. ഇവിടെയായിരുന്നു പല പല വ്യവഹാരങ്ങളും പണ്ട് കാലത്ത് നടന്നുകൊണ്ടിരുന്നത്. ഇത് പുതിയ ഹംപി ബസാറാണ്. ജസ്റ്റ് ഒരു ലുക്ക് അടിച്ചിട്ട് അതിലേ നേരെ റൂമിലേക്ക് പോയി. അങ്ങനെ അവിടുന്ന് തിരിച്ച് ട്രെയിനിനാണ് ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹംപി ട്രിപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.